ആരും എന്നെ കണ്ട് പേടിക്കരുത്. ഞാൻ രാവിലെ എണീച്ചിട്ടുള്ളൂ. അപ്പോൾ ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുത്തശ്ശി, അതായത് എൻ്റെ അമ്മയുടെ 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 ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് മുത്തശ്ശീനെ പറയുന്നുണ്ട്. ഞാൻ മുത്തശ്ശി നല്ല വിളിക്കുക, അതാണ് ഞാൻ തപ്പണത്. ഞാൻ തുമ്പി എന്നാണ് വിളിക്കുക. കുറേ ദിവസമായിട്ട് തുമ്പി പറയുന്നുണ്ട് എന്നൊന്ന് അവിടെ പോകണം എന്ന് പറയുന്നുണ്ട്. ആദ്യമൊക്കെ തുമ്പി ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കൊണ്ടുപോകാമെന്ന്. അത് മാത്രമല്ല, ഇപ്പോൾ 3-4 ദിവസം കഴിഞ്ഞാൽ തുമ്പിയുടെ പിറന്നാളായി. തുമ്പിയുടെ 88ാമത്തെ പിറന്നാളായി. അപ്പോൾ അന്നത്തെ ദിവസം ഇവിടെ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി. അപ്പോൾ അന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തുമ്പിയുടെ ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ട്. അനിയന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടി കൂട്ടാൻ വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതാണ് എൻ്റെ തുമ്പി. എൻ്റെ തുമ്പീനെ കണ്ടു കഴിഞ്ഞാൽ എത്ര വയസ്സ് തോന്നിക്കുന്നു നിങ്ങൾ പറയട്ടോ. തുമ്പി പൂവല്ലേ? പൂവല്ലേ? അപ്പോൾ പൂവാട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നു കേട്ടോ. ഞാൻ എൻ്റെ അമ്മയുടെ 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 അമ്മ എന്നാണ് പറഞ്ഞത്. അതിലൊരു അമ്മ കൂടിപ്പോയേ. എൻ്റെ അമ്മമ്മയുടെ അമ്മയാണ് കേട്ടോ തുമ്പി. അപ്പോൾ തുമ്പിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ പോണത്. സ്വന്തം വീട്ടിൽ പോകുമ്പോൾ ആർക്കാലും സന്തോഷം ഉണ്ടാവാത്തത്. എന്നെയൊക്കെ ബാക്കിലൊക്കെ എന്നെക്കാട്ടും സ്പീഡിലാണ് പോണേ. ഇപ്പോൾ നമ്മൾ റോട്ടിൽ കയറി നിൽക്കുക. ഇപ്പോൾ വണ്ടി വരും. നമ്മൾ വണ്ടിയിൽ നേരെ പോവാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ പോവാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആട്ടോ പോകണം. ഇപ്പോൾ 3 മണിയായിട്ടുണ്ടാവും സമയം. ഇപ്പോഴാണ് കേട്ടോ നമ്മൾ അച്ഛമ്മയെ കൊണ്ട് പോണേ. അങ്ങനെ ഓട്ടോ ഒക്കെ വന്നു കേട്ടോ. നമ്മൾ കുഞ്ഞുമാഞ്ചേട്ടൻ്റെ ഓട്ടോറിക്ഷ ആട്ടോ എപ്പോഴും വിളിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡ്രൈവറാണെന്ന് തന്നെ പറയാം. പിന്നെ അച്ഛമ്മ പോകുന്ന വഴിക്ക് ഓരോരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അച്ഛമ്മ കുളത്തിനെ പറ്റിയും അവരുടെ നാടിനെ പറ്റിയും അവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നീ കണ്ടിട്ടുണ്ടോ അത്, നീ കണ്ടിട്ടുണ്ടായിരുന്നു, നീ എത്ര കാലം ഇവിടെ വന്നിട്ട്, അങ്ങനെ വായ തുറക്കാണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇവിടെ വരാൻ കേട്ടോ വണ്ടി വരുള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോണേ. എനിക്കിവിടെ നിന്ന് വന്ന ഓർമ്മ പോലും ഇല്ല. അച്ഛമ്മ അങ്ങനെ ഇതുവരെ വണ്ടി വരുള്ളൂ, ഇനി നമ്മൾ അത് കൂടെ പോകണം എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്കറിയണേ. ചെറുപ്പത്തിൽ വന്നതാണ് ഞാൻ ഇങ്ങോട്ട്. അപ്പോൾ എനിക്ക് വഴിയും ഒന്നും അറിയില്ല. ഇത് കോറിയിൽ നിന്ന് വെള്ളം വരുന്ന ചെറിയൊരു ചാലാണ് കേട്ടോ. ആ ചാല് കടന്നിട്ട് വേണം നമുക്ക് നേരെ പോകാൻ വേണ്ടിയിട്ട്. ഈ നേരെ കാണുന്നത് അച്ഛമ്മയുടെ അനിയൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയും കയറുന്നുണ്ടേ. നമ്മൾ പോകുന്ന വഴിക്ക് തുമ്പിയുടെ അനിയൻ്റെ വീട്ടിൽ കയറിയിട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പോണ 2 എണ്ണത്തിനെയാണ് കേട്ടോ. എന്ത് രസമാണ് കാണാൻ ഇവരുടെ കളി. ഞാൻ ഇവരൊന്നും അല്ല ശ്രദ്ധിച്ചത്, ഞാൻ ആ ആട്ടുകുട്ടികളെ തന്നെ ഫുള്ള് ശ്രദ്ധിച്ചത്. ഇതാണ് കേട്ടോ തുമ്പിയുടെ അനിയൻ ഇങ്ങനെ നീയൊന്നും ഇങ്ങോട്ട് വരാറില്ലല്ലോ, ചെറുപ്പത്തിൽ വന്നതല്ലേ, നമ്മളെയൊക്കെ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പരിഭവം പറയുകയാണേ. പിന്നെ ഇവരോടൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവരോടാണ് കേട്ടോ. ഇതിനെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കണ്ടായിരുന്നത്. പിന്നെ അവർ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. അച്ഛനും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നിനെ പിടിച്ചേ. എന്ത് രസമാണ്, ഇവരെ തൊടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. കുറേ നേരം ഞാൻ ഇവരെ പിടിച്ച് ഇവരുടെ കൂടെ അങ്ങനെ കളിച്ചേ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നു. ഞാൻ പിന്നെ ഇവർ കൂടെ ഓടി നടക്കുമായിരുന്നു. എൻ്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് അവർ നേരെ ഓടി അവർ അമ്മയുടെ അടുത്തെത്തി. ഞാൻ പിന്നാലെ അവരുടെ കൂടെ വന്നു. ഇവരെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഫുള്ള് ഇവിടെ നിൽക്കും. അതുകൊണ്ട് ഞാൻ നേരെ വിട്ടു കേട്ടോ. അച്ഛമ്മയാണെങ്കിൽ വായോ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അച്ഛമ്മയുടെ തറവാട്ട് വീട്ടിലെത്തിയിട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ ചെറുതുപോലെ തോന്നുവാണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. മോളിക്കും എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം, എല്ലാ വീഡിയോയിൽ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീടിൻ്റെ ഉള്ളിൽ പോയി നോക്കിയപ്പോഴും എല്ലാം ഓരോ പുതിയ സാധനങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടു. എനിക്ക് പുതിയതായിട്ട് തോന്നിയതാണ് കേട്ടോ. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കയറാൻ നല്ല പണിയില്ല എന്നും. ഇതുപോലെ തന്നെ അവളെ അതിൻ്റെ ഉള്ളിലേക്കും കയറാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പൊളിച്ച് പണ്ടിട്ട് നേരാക്കിയിട്ട് അങ്ങനെ ഉണ്ടായി. പൊളിച്ച് പണിതോ? നിലം നേരാക്കിയോ? ഞാൻ ഉള്ളിൽ കയറി നോക്കട്ടെ. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് വലിയൊരു ഹാളാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ ഈ ഹാള്. നമ്മളിങ്ങനെ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല വലുപ്പമുള്ള ഹാളാണ് കേട്ടോ. പിന്നെ ഇവർ ഈ ഒരു ഭാഗത്ത് മാത്രം സ്ഥലം ടൈലിട്ടിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ചാന്ത് പൊളിച്ച് കളഞ്ഞ് ടൈലിട്ടിട്ടുണ്ട്. ബാക്കി വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാളാണ്. ഈ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് വേറൊരു ഇടനാഴികയ്ക്കാണ് കേട്ടോ. അവിടുന്ന് നേരെ അടുക്കളയും വർക്ക് ഏരിയയാണ്. അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ.
ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കളത്തെ ഭാഗം. ഇതിവിടെ ഗ്യാസ് സ്റ്റവ് മാത്രം വെച്ചിരിക്കുന്ന ഒരു ചെറിയ പോർഷനാണ്. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ അടുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ അതേപോലെ തന്നെയാണ്. ഒന്നും പൊളിച്ച് പണി അല്ലെങ്കിൽ വേറെ വല്ല പണിത്തരങ്ങൾ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ പഴയ പോലെ തന്നെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാനൊരു സാധനം കണ്ടായിരുന്നേ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പെട്ടിയാണ് ആ സൈഡിലിരിക്കണത്. ഞാനത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ആ പെട്ടിയുടെ ഉള്ളിൽ എന്താണെന്ന്. പണ്ടത്തെ ഒരു പെട്ടിയാട്ടോ ഇതിലിപ്പോൾ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കാണാണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കയ്യിൽ ഫോണ് പിടിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല പഴക്കമുണ്ട് കേട്ടോ ഈ പെട്ടിക്ക്. ഇത് തുറക്കാൻ എനിക്കറിഞ്ഞു, അടയ്ക്കാനായിട്ട് അറിയണില്ല. അപ്പം ഞാൻ അമ്മമ്മേനെ വിളിച്ചിട്ട് അമ്മമ്മയാണ് കേട്ടോ അടച്ചു തന്നത്. പിന്നെ അടുക്കളപ്പുറത്ത് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അരകല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുമ്പി പറഞ്ഞു ഇതിലൊക്കെ എത്ര അരച്ചതാണല്ലോ അരിയും ഉഴുന്നൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് താഴത്തേക്ക്. നല്ല ഹൈറ്റിലാണ് കേട്ടോ വീട് പണിതിരിക്കണത്. ഇങ്ങനെ തടിയിൽ നിന്ന് നന്നായിട്ട് കെട്ടി പൊക്കിയിട്ട് അവിടെയാണ് വീട് പണിഞ്ഞിരിക്കണത്. അതുകൊണ്ട് തന്നെ തുമ്പി അകത്തേക്ക് കയറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഇതാ ആ പടി ഇങ്ങനെ കയറി പോകണം. അപ്പോൾ തുമ്പിക്ക് കാലുവേദനയാണ്, ഇത് കയറാൻ വയ്യ. പിന്നെ ഇത് കയറി കഴിഞ്ഞാൽ മുകളിൽ ചെന്നിട്ട് പിന്നെയും കയറാനുണ്ടേ. ഇവിടുന്ന് നേരെ പോകുമ്പോൾ ആ കാണുന്ന ഒരു റൂമാണ് കേട്ടോ. പിന്നെ ഈ സൈഡിലുള്ള ഇത് വേറൊരു റൂമാണ് കേട്ടോ. അങ്ങനെ 2 റൂമാണ് കേട്ടോ നമ്മുടെ ഈ വീട്ടിലുള്ളത്. നേരെ പോയിട്ടുള്ള റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല മഴയുള്ളപ്പോൾ ഇങ്ങനത്തെ ഓട് വീട്ടിൽ കിടക്കാൻ നല്ല സുഖമാവില്ലേ. എനിക്കൊരു ദിവസം ഇങ്ങോട്ട് വരണം എന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട് വീട്ടിൽ മഴക്കാലത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അത്യാവശ്യം കുറച്ച് സ്പേസ് ഉള്ള ഒരു ചെറിയ റൂമാണ് കേട്ടോ ഇത്. ഒരു അലമാരയും ഒരു കട്ടിലും വെക്കാൻ പിന്നെ ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പും കൂടി മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളൂ. ആളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന റൂമാണ് കേട്ടോ ഇത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ 2 സൈഡിക്കും. പിന്നെ ഒരു കട്ടിലിടാനുള്ള സ്ഥലവും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള കോണിപ്പടി ഈ റൂമിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോയിട്ടിരിക്കണേ. ആ പണ്ടത്തെ സീലിംഗ് ഒക്കെ കണ്ടോ, ഫുള്ള് മരം കൊണ്ട്. ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളും. റൂമിൻ്റെ അപ്പുറത്തെ സൈഡിൽ പിന്നെ അലമാരകളും പായയൊക്കെ മടക്കി വെച്ചിരിക്കാറുണ്ട് കേട്ടോ. അങ്ങോട്ടും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. കണ്ടോ, ഹാളിൽ നിന്ന് നേരെ കാണുന്നത് ഈ റൂമാണ് കേട്ടോ. ഇവിടെ വന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ള സംഭവമായിരുന്നു കേട്ടോ തട്ടിമോള്. അപ്പോൾ ഞാൻ എവിടെ നോക്കിയിട്ടത് കാണാനില്ല. അപ്പോൾ തുമ്പിയെ പറഞ്ഞത് ഇങ്ങനെ ഡോറ് വെച്ചിട്ട് ആ ഒരു കോണി പോകുന്ന ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന്. ഇപ്പോൾ അധികം ആരും കയറാത്തതുകൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ മാത്രമാണ് ഇത്ര കയറാറുള്ളൂ മോളിക്ക്. അപ്പോൾ മോള് പോകാനോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി. ചെറുതായിട്ട് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോളിക്ക് കയറാൻ. കാരണം ആ സൈഡൊക്കെ ഇങ്ങനെ ബലപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഫുള്ള് മണ്ണ് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടിയായി മുകളിൽ കയറി പോകാൻ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുകളിലോട്ട് ചെന്നപ്പോൾ ഫുള്ളിങ്ങനെ ഇരുട്ടായിരുന്നു. അവിടെ ബൾബൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ ചെല്ലുള്ളൂ. അപ്പോൾ എമർജൻസിക്ക് എടുത്തിട്ട് അത്ര അമ്മയൊക്കെ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ഇവിടെ വൃത്തിയാക്കാൻ വരും. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കി കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ഇവിടെ ആദ്യമൊക്കെ ആരിലൊക്കെ കിടന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 കൊല്ലമൊക്കെ ഇവിടെ ആരും കിടക്കാറൊന്നുമില്ല. അങ്ങനെ കിടക്കാമെന്നൊക്കെ പറയണത്. ഇവിടുത്തെ പല ജനലും ഇങ്ങനെ ദ്രവിച്ച് പോയിരിക്കുന്നു. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് തോന്നിയ ഒരു സാധനം, ആ അറ്റത്ത് കാണുന്ന ഒരു തിരുമ്പണ കല്ല് പോലെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു, ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുമോ എന്നുള്ള അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഞാൻ മെല്ലെ അടുത്ത് ചെന്നിട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് എന്തോ ഓവ് അങ്ങനെ എന്തോ പേരാണ് ഞാൻ ചോദിച്ചപ്പോൾ മറ്റേ മുത്തശ്ശി പറഞ്ഞത്. ഇത് ഇങ്ങനെ മുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക, ബാത്റൂം പോകാനൊക്കെ യൂസ് ചെയ്യണ്ടായിരുന്നതാണ് അത്ര. അതിൻ്റെ അങ്ങോട്ടൊരു ഓസൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ വെള്ളം കൊണ്ട് വരുത്ര മുകളിലേക്ക്. എന്നിട്ട് രാത്രി മൂത്രമൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരങ്ങനെ അതുവഴി മൂത്രം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടുന്ന് വ്യൂ. ശരിക്കും തട്ടുമോൾ അതുപോലെ തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പഴയ വീടിൻ്റെ തട്ടുമോൾ കയറുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് കട്ടിലൊക്കെ അങ്ങനെ സ്ക്രൂ ഒക്കെ അഴിച്ചിട്ടാണ് ഇറക്കിയിരുന്നത്. മുകളിൽ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സംഭവം അടിപൊളിയായില്ലേ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പോലെ പണ്ടത്തെ. അങ്ങനെ വീടൊക്കെ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി കേട്ടോ. തുമ്പിയുടെ അമ്മയ്ക്ക് മൊത്തം 9 മക്കളാണ് കേട്ടോ. അതിൽ 7 പെണ്ണും ബാക്കി 2 ആണുങ്ങളുമാണേ. അതിൽ ഏറ്റവും മൂത്താണ് കേട്ടോ തുമ്പി. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുമ്പീന് അധികം പ്രായം തോന്നിക്കില്ല അല്ലേ. തുമ്പിയോട് വർത്താനം പറയുന്നത് തുമ്പിയുടെ അനിയത്തിയാണ് കേട്ടോ. അവരിങ്ങനെ കുറേ കാലത്തിന് ശേഷം കണ്ടതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും വയ്യായികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് തുമ്പിയുടെ വേറൊരു അനിയത്തി കേട്ടോ. ഇവർ 2 പേരുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കണേ. ഇവർ 2 പേരും കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവർ 2 പേരാണ് ഈ വീട്ടിലിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കണേ. ഇവിടുത്തെ ഇപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കോഴീനെയും കോഴിക്കുട്ടികളെയും കാണാനില്ല. അപ്പോൾ അതിനെയാണ് കേട്ടോ ഇപ്പോൾ അമ്മമ്മ തിരഞ്ഞുകൊണ്ടിരിക്കണേ. ഇവനാണ് ഈ കഥയിലത്തെ വില്ലൻ കേട്ടോ.
ഇവനാണ് ആ കോഴിക്കുട്ടികളെ മുഴുവൻ കൊത്തി ആട്ടി വേറെ പറമ്പിലേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ അവരെ കിട്ടിയില്ലെങ്കിൽ ഇവന് വിൽക്കുന്ന കേട്ടോ അപ്പോൾ അമ്മമ്മ പറഞ്ഞുകൊണ്ടിരിക്കണേ ദേഷ്യത്തിന്. നിങ്ങൾ എന്താ വിളിക്കുന്നത്? കോഴുണ്ണീന്നോ? ഉച്ച വരുവേ. കോഴുണ്ണീന്ന് വിളിച്ചാൽ വരുമോ? ഇവിടെ ഒന്നും കാണാൻ അയച്ചാ ഇവിടെ നിന്നിരുന്നേ. ഞാൻ ഇവിടെ വന്നു നോക്കി. സൗണ്ട് കേൾക്കാണ്ട് നിങ്ങൾ വിളിച്ചോക്ക്. വിളിക്കാനും വയ്യന്നാണ്. ഏതെങ്കിലും കോഴിയൊക്കെ നടക്കാനും കഴിയുന്നത് ഇതിന്. കുറേ നോക്കിയിട്ടും കോഴിനോളൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഞാനും തുമ്പിയും കൂടി ഇറങ്ങി. തുമ്പിക്ക് എങ്ങനെ പോയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്തണം. വീട്ടിലെത്തി മിറ്റടിച്ച് വരണം, എങ്കിലും ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരുടെ അടുത്തും പോവാണ്, ഇനി കാണാം, ഇനി എപ്പോഴാണ് വരാൻ പറ്റുന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിറങ്ങുകയാണ്. നമ്മുടെ വണ്ടി വന്നേ. കുഞ്ഞുമഞ്ചേട്ടൻ ഇങ്ങനെ കൈകൊണ്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. തുമ്പിക്ക് ചെരുപ്പിട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് ഊരി കൈ പിടിച്ചിട്ടാണ് കേട്ടോ കയറണേ. ഭയങ്കര സന്തോഷമായേ. അങ്ങനെ നമ്മൾ ഓട്ടോ ഒക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ തുമ്പിയുടെ തറവാട്ടിലേക്ക് പോയത്. ഞാൻ 3-ോ 4-ോ പഠിക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് പോയത്. അപ്പോൾ തുമ്പിയുടെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നേ. ആ സമയത്താണ് ഞാൻ ലാസ്റ്റ് പോയത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയി. അപ്പോൾ ഇനി വൈകുന്നേരത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.